BMC റേഡിയോ മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഐമാക് കൊച്ചിൻ കലാഭവൻ. കലാവിദ്യാർത്ഥികൾക്ക് പ്രിയപ്പെട്ട ബഹ്റൈനിലെ കലാകേന്ദ്രം. കൂടുതൽ വിവരങ്ങൾക്കായി സന്ദർശിക്കൂ www.bahrainmediacity.com. നമസ്കാരം, BMC റേഡിയോ മലയാളം വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ധനു കൃഷ്ണ. ബഹ്റൈനിൽ പൂർണ്ണമായി നിർമ്മിച്ച ആദ്യ ഉപഗ്രഹമായ അൽ മുന്തിറിന്റെ വിക്ഷേപണം ശനിയാഴ്ചത്തേക്ക് മാറ്റിയതായി റിപ്പോർട്ടുകൾ. ഇന്നലെ വിക്ഷേപിക്കുമെന്നായിരുന്നു നേരത്തെ അറിയിച്ചിരുന്നത്. എന്നാൽ കാലാവസ്ഥ പ്രതികൂല അന്തരീക്ഷം തുടങ്ങി പ്രതിസന്ധികൾ ഉണ്ടാവുന്ന പക്ഷം വിക്ഷേപണം മാറ്റിവെക്കാൻ സാധ്യതയുണ്ടെന്നും അധികൃതർ അറിയിച്ചിരുന്നു. ഈ മാസം 15 ശനിയാഴ്ച പ്രാദേശിക സമയം രാവിലെ 9:39 ട്രാൻസ്പോർട്ടർ 13ന്റെ ഭാഗമായ ഉപഗ്രഹത്തിന്റെ വിക്ഷേപണം പുനഃക്രമീകരിച്ചത്. വായുവിന്റെ ഗുണനിലവാരം, അന്തരീക്ഷത്തിലെ എണ്ണച്ചോർച്ച, മേഘങ്ങളുടെ ചലനം എന്നിവയെക്കുറിച്ചുള്ള വിലപ്പെട്ട വിവരങ്ങൾ അൽ മുന്തിർ ശേഖരിക്കുമെന്നും ഇത് കാലാവസ്ഥാ നിർണ്ണയത്തിനും പരിസ്ഥിതി സംരക്ഷണത്തിനും പ്രധാന ഹേതുവാകുമെന്നും നാഷണൽ സ്പേസ് സയൻസ് ഏജൻസി അധികൃതർ അറിയിച്ചിരുന്നു. ബഹ്റൈനിൽ മാർച്ച് 15 മുതൽ മെയ് 15 വരെ 2 മാസത്തേക്ക് ഞണ്ടുകളെ പിടികൂടുന്നതിന് നിരോധനം ഏർപ്പെടുത്തി സുപ്രീം കൗൺസിൽ ഫോർ എൻവിയോൺമെന്റ്. ഞണ്ടുകളുടെ പ്രജനന കാലയളവ് കൂടിയായ ഈ മാസങ്ങളിൽ സംരക്ഷണം ലക്ഷ്യമിട്ടാണ് നിരോധനം. ഈ കാലയളവിൽ ഞണ്ടുകളെ പിടികൂടുന്നവർ നിയമ നടപടികൾക്ക് വിധേയരാകേണ്ടി വരുമെന്നും മുന്നറിയിപ്പ് നൽകി. അബദ്ധവശാൽ വലയിലോ മറ്റോ ഞണ്ടുകൾ അകപ്പെട്ടാൽ അതിനെ തിരികെ കടലിലേക്ക് വിടണമെന്നും നിർദ്ദേശമുണ്ട്. KMCC ബഹ്റൈൻ ഗ്രാൻഡ് ഇഫ്താർ സംഗമം ഇന്ന് നടക്കും. ഇന്ന് മാർച്ച് 14 വെള്ളിയാഴ്ച ഇസാ ടൗൺ ഇന്ത്യൻ സ്കൂൾ ഗ്രൗണ്ടിൽ നടക്കുന്ന ഇഫ്താർ സംഗമത്തിൽ ബഹ്റൈൻ വ്യവസായ വകുപ്പ് മന്ത്രി ഹിസ് എക്സലൻസി ആദിൽ അബ്ദുള്ള ഫക്രു, ഇന്ത്യൻ അംബാസഡർ ഹിസ് എക്സലൻസി വിനോദ് കെ ജേക്കബ്, ബഹ്റൈൻ പാർലമെന്റ് അംഗം ഹിസ് എക്സലൻസി ഹസൻ ഈദ് ബൊക്കമാസ് എന്നിവർ മുഖ്യ അതിഥികളായിരിക്കും. കൂടാതെ ബഹ്റൈനിലെ സാംസ്കാരിക സാമൂഹിക മണ്ഡലങ്ങളിലെ പ്രമുഖ നേതാക്കൾ പങ്കെടുക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. ബഹ്റൈനിലെ ഏറ്റവും വലിയ ഗ്രാൻഡ് ഇഫ്താറിന് ഇപ്രാവശ്യം 10,000-ഓളം ആളുകൾ പങ്കെടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായും പ്രസിഡന്റ് ഹബീബ് റഹ്മാൻ, ജനറൽ സെക്രട്ടറി ഷംസുദ്ദീൻ വെള്ളിക്കുളങ്ങര എന്നിവർ അറിയിച്ചു. ഗ്രാൻഡ് ഇഫ്താറിന്റെ വിജയത്തിനായി രൂപീകരിച്ച സ്വാഗത സംഘത്തിന്റെയും വിവിധ വിങ്ങുകളുടെയും പ്രവർത്തനങ്ങൾ വിലയിരുത്തുകയും എല്ലാവിധ സജ്ജീകരണങ്ങൾ നടന്നുവരുന്നതായും ഭാരവാഹികൾ അറിയിച്ചു. യോഗത്തിൽ സംസ്ഥാന നേതാക്കളായ KP മുസ്തഫ, ഗഫൂർ കൈപ്പമംഗലം, അസ്ലം വടകര, AP ഫൈസൽ, ഷാഫി പാറക്കട്ട, റഫീഖ് തോട്ടക്കര, സലീം തളങ്കര, NK അബ്ദുൽ അസീസ് തുടങ്ങിയവർ പങ്കെടുത്തു. തലശ്ശേരി മാഹി കൾച്ചറൽ അസോസിയേഷൻ മനാമ KMCC ഹാളിൽ സംഘടിപ്പിച്ച ഇഫ്താർ സംഗമം ശ്രദ്ധേയമായി. പ്രസിഡന്റ് VP ഷംസു അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ലോക കേരള സഭാംഗവും പ്രമുഖ സാമൂഹിക പ്രവർത്തകനുമായ സുബൈർ കണ്ണൂർ, റഷീദ് മാഹി, TMCA രക്ഷാധികാരികളായ ഹുവാദ് KP, സാദിഖ് കുഞ്ഞിനെല്ലി, സ്പോർട്സ് സെക്രട്ടറി ജവേദ് TCA എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. ബഹ്റൈൻ ഗ്രാൻഡ് മോസ്ക് കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗവും മുൻ ആഭ്യന്തര വകുപ്പ് മന്ത്രിയുമായ രമേശ് ചെന്നിത്തല സന്ദർശിച്ചു. ഗ്രാൻഡ് മോസ്കിന്റെ പ്രത്യേകതകളും വിവരങ്ങളും ഗ്രാൻഡ് മോസ്കിലെ ഉദ്യോഗസ്ഥർ രമേശ് ചെന്നിത്തലയ്ക്ക് വിശദീകരിച്ചു. ബഹ്റൈൻ കേരളീയ സമാജം പ്രസിഡന്റ് PV രാധാകൃഷ്ണപിള്ള, OICC മിഡിൽ ഈസ്റ്റ് ജനറൽ കൺവീനർ രാജു കലുമ്പുറം, ഗ്ലോബൽ കമ്മിറ്റി അംഗം ബിനു കുന്നദാനം, ആക്ടിംഗ് പ്രസിഡന്റ് ബോബി പറയിൽ, ജനറൽ സെക്രട്ടറിമാരായ മനു മാത്യു, ഇബ്രാഹിം അദ്ദേഹം, OICC നേതാക്കളായ മോഹൻകുമാർ നൂറനാട്, റംഷാദ് ഇലക്കാട്, സൽമാനുൽ ഫാരിസ് തുടങ്ങിയവർ പങ്കെടുത്തു. ബഹ്റൈനിൽ അറിയപ്പെടുന്ന ജീവകാരുണ്യ സംഘടനയായ കേരള ഗാലക്സി ജോലിയില്ലാത്തവർക്കും കുറഞ്ഞ വേതനത്തിൽ ജോലി ചെയ്യുന്നവർക്കും വേണ്ടി വർഷം തോറും നടത്തിവരുന്ന റംസാൻ കിറ്റ് വിതരണം ബഹ്റൈൻ മീഡിയ സിറ്റിയിൽ നടന്ന ചടങ്ങിൽ വിതരണം ചെയ്തു. സാമൂഹിക പ്രവർത്തകരായ ബഷീർ അമ്പലായി, BMC ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ ശ്രീ ഫ്രാൻസിസ് കൈതാരത്ത്, മോനി ഉടിക്കട്ടത്തിൽ, EV രാജീവൻ, അൻവർ നിലമ്പൂർ, അജീബി ജോയ്, അബ്ദുള്ള മൻഷീർ, രഞ്ജിത്ത് കുരുവിള എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു. KMCC ബഹ്റൈൻ നാദാപുരം മണ്ഡലം പാറക്കടവ് ശിഹാബ് തങ്ങൾ ഡയാലിസിസ് സെന്ററിലേക്കുള്ള റമദാൻ കളക്ഷൻ ഹമദ് ടൗൺ തല ഉദ്ഘാടനം ചെയ്തു. സംസം ഹമീദിൽ നിന്ന് തുക സ്വീകരിച്ചു. ചെയർമാൻ അബൂബക്കർ പാറക്കടവാണ് കളക്ഷൻ ഉദ്ഘാടനം നിർവഹിച്ചത്. ഷൗക്കത്ത് കൊരക്കണ്ടി, സക്കറിയ എടച്ചേരി, ഷരീഫ് വില്യപ്പള്ളി, ഷഹീർ എടച്ചേരി, മുഹമ്മദ് ജാത്തേരി, അഷ്റഫ് അൽഷിയ, സുബൈർ KK, ഹുസൈൻ വയനാട് തുടങ്ങിയവർ പങ്കെടുത്തു. വെസ്റ്റ് റിഫ സ്നേഹ കൂട്ടായ്മയും പയ്യോളി തണലും ഗ്ലോബൽ NRA വെൽഫെയർ അസോസിയേഷൻ ബഹ്റൈൻ ചാപ്റ്ററും റോയൽ കോർട്ട് മജ്ലിസിൽ നടത്തിയ ഇഫ്താർ സംഗമത്തിൽ 500-ലധികം ആളുകൾ പങ്കെടുത്തു. ജാബിൻ വൈദ്യരംഗത്ത് സ്വാഗതവും ജമാൽ നദ്വി റമദാൻ സന്ദേശവും സാമൂഹിക പ്രവർത്തകനായ സയ്യിദ് ഹനീഫ് ആശംസയും അർപ്പിച്ചു. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ കുടുങ്ങിക്കിടക്കുന്ന ഇന്ത്യൻ വംശജയായ ബഹിരാകാശ യാത്രിക സുനിത വില്യംസിന്റെയും ബൂഷ് വിൽമോറും മാർച്ച് 17 ബഹിരാകാശ നിലയത്തിൽ നിന്ന് ഭൂമിയിലേക്ക് പുറപ്പെടും. കാലാവസ്ഥാ സാഹചര്യം അനുസരിച്ച് ഈ സമയത്തിലും തീയതിയിലും മാറ്റം വരുത്തേണ്ടി വന്നേക്കാമെന്നും നാസ അറിയിച്ചു. ഇന്നലെ രാവിലെ സാങ്കേതിക പ്രശ്നം കാരണം മാറ്റിവെച്ച ക്രൂ-10 വിക്ഷേപണം ഇന്ന് രാവിലെ നടക്കുമെന്നും നാസ അറിയിച്ചു. 4-അംഗ സംഘമാണ് ക്രൂ-10 ദൗത്യത്തിന്റെ ഭാഗമായി അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് പോകുന്നത്. ഏറ്റവും കൂടുതൽ സമയം ബഹിരാകാശ നടത്തം പൂർത്തിയാക്കിയ
വനിതയെന്ന ലോക റെക്കോർഡ് ഇതിനിടെ സുനിത വില്യംസ് സ്ഥാപിക്കുകയും ചെയ്തു. സ്പേസ് എക്സിന്റെ ഡ്രാഗൺ പേടകത്തിലാണ് സുനിത വില്യംസും സംഘവും ഭൂമിയിലേക്ക് മടങ്ങിയെത്തുക. സുനിതയ്ക്കൊപ്പം കഴിഞ്ഞ വർഷം ജൂണിൽ IASലേക്ക് തിരിച്ച നാസയുടെ തന്നെ ബൂച്ച് വിൽമോറും നിലയത്തിലുണ്ടായിരുന്നു. മറ്റ് സഞ്ചാരികളായ നാസയുടെ നിക് ഹേഗും റോസ്കോസ്മിന്റെ അലക്സാണ്ടർ ഗോർബനോവും ഡ്രാഗൺ പേടകത്തിൽ മടക്കയാത്രയിലുണ്ടാകും. എന്നാൽ ഈ 4 സംഘത്തിൻ്റെയും അടക്കം സ്പേസ് എക്സിന്റെ ക്രൂട്ടൺ ദൗത്യം ഭൂമിയിൽ നിന്ന് യാത്ര തിരിക്കുന്നത് അനുസരിച്ചായിരിക്കും. കേന്ദ്ര ഭവന നഗരകാര്യ വകുപ്പ് മന്ത്രി മനോഹർ ലാൽ ഖട്ടറുമായി കൂടിക്കാഴ്ച നടത്തി. മന്ത്രി MP രാജേഷ് ഏപ്രിൽ തിരുവനന്തപുരത്ത് നടക്കുന്ന വൃത്തിശുചിത്വ കോൺക്ലേവിലേക്കും മെയ് മാസത്തിൽ കൊച്ചിയിൽ നടക്കുന്ന അർബൻ കോൺക്ലേവിലേക്കും കേന്ദ്രമന്ത്രിയെ ക്ഷണിക്കും. കേന്ദ്ര സർക്കാർ തടഞ്ഞുവച്ചിരിക്കുന്ന കേരളത്തിലെ നഗര തദ്ദേശ സ്ഥാപനങ്ങൾക്കുള്ള 687 കോടി രൂപ എത്രയും വേഗം അനുവദിക്കണമെന്നും കൂടിക്കാഴ്ചയിൽ മന്ത്രിയോട് ആവശ്യപ്പെട്ടതായും MP രാജേഷ് പറഞ്ഞു. PY അർബൻ പദ്ധതി പ്രകാരം വീട് ലഭിക്കുന്ന ഗുണഭോക്താക്കൾ വീടിന് മുന്നിൽ ലോഗോ പതിക്കണമെന്ന ആവശ്യം പിൻവലിക്കണമെന്നും ലോഗോ പതിക്കുന്നത് ഗുണഭോക്താക്കളുടെ അന്തസ്സിനെ ഹനിക്കുന്നതാണ് എന്നുമുള്ള കേരള സർക്കാരിൻ്റെ നിലപാട് മന്ത്രിയോട് ആവർത്തിച്ച് വ്യക്തമാക്കി. ഈ കാര്യത്തെക്കുറിച്ച് കൂടുതൽ ചർച്ച ചെയ്യാമെന്നും മന്ത്രി അറിയിച്ചതായും MP രാജേഷ് അറിയിച്ചു. തലസ്ഥാനത്തെ ഭക്തിസാന്ദ്രമാക്കി ആറ്റുകാൽ പൊങ്കാല. ആറ്റുകാൽ ക്ഷേത്രത്തിൽ പൊങ്കാല നിവേദിച്ചതോടെ നഗരത്തിൽ വഴിനീളെ ഒരുക്കിയ പൊങ്കാല കലകളിലേക്ക് പുണ്യാഹം തളിച്ചു. ആറ്റുകാൽ ദേവിക്ക് പൊങ്കാല നിവേദിച്ച ശേഷം ഭക്തലക്ഷങ്ങൾ മടങ്ങുകയായിരുന്നു. രാത്രി 7:45 കുത്തിയോട്ട ബാലന്മാരെ ചൂരൽ കുത്തും. ഇന്ന് രാത്രി 1 നടക്കുന്ന ഗുരുതി സമർപ്പണത്തോടെ പൊങ്കാല ഉത്സവം സമാപിക്കും. ഇത്തവണ തലസ്ഥാന നഗരിയിൽ പൊങ്കാല സമർപ്പണത്തിന് മുൻ വർഷങ്ങളിലേക്കാൾ തിരക്കാണ് ദൃശ്യമായത്. കേരളത്തിന്റെ പല ജില്ലകളിൽ നിന്നായി സ്ത്രീജനങ്ങൾ ആറ്റുകാലമ്മയ്ക്ക് പൊങ്കാല അർപ്പിക്കാനെത്തി. ഇത്തവണ സിനിമാ സീരിയൽ താരങ്ങൾക്കൊപ്പം സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരമിരിക്കുന്ന ആശാ വർക്കർമാരും പൊങ്കാല അർപ്പിച്ചു. പഴുതടച്ച സുരക്ഷാ ക്രമീകരണങ്ങളാണ് ആറ്റുകാൽ പൊങ്കാലയുടെ ഭാഗമായി പോലീസ് ഒരുക്കിയത്. കേരളത്തിലെ അൾട്രാ വയലറ്റ് സൂചിക അപകട തോതിൽ. പാലക്കാട് മലപ്പുറം ജില്ലയിൽ UV ഇൻഡെക്സ് 11 ആയതിനാൽ റെഡ് ലെവലിലാണുള്ളത്. കൊല്ലം, കോട്ടയം, തൃശൂർ, കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിൽ UV ഇൻഡെക്സ് 6 മുതൽ 7 വരെയുള്ള തോതിലായതിനാൽ യെല്ലോ അലേർട്ടാണ് നൽകിയിരിക്കുന്നത്. തിരുവനന്തപുരം, ആലപ്പുഴ, ഇടുക്കി, എറണാകുളം, കാസർഗോഡ് ജില്ലകളിൽ UV ഇൻഡെക്സ് 5 അതിൽ താഴെയുമാണ്. പകൽ 10 മണി മുതൽ 3 മണി വരെയുള്ള സമയങ്ങളിലാണ് ഉയർന്ന അൾട്രാ വയലറ്റ് സൂചിക രേഖപ്പെടുത്തുന്നത്. ആയതിനാൽ ഈ സമയങ്ങളിൽ കൂടുതൽ നേരം ശരീരത്തിൽ നേരിട്ട് സൂര്യപ്രകാശം ഏൽക്കുന്നത് പരമാവധി ഒഴിവാക്കണമെന്നാണ് മുന്നറിയിപ്പ്. അതേസമയം സംസ്ഥാനത്ത് ചൂടിന് ശമനമേകാൻ വേനൽമഴ എത്തുമെന്നാണ് സൂചനകൾ. ചിലയിടങ്ങളിൽ ഒറ്റപ്പെട്ട മഴയ്ക്കും സാധ്യതയുണ്ട്. ഈ വാർത്തയോടുകൂടെ BMC റേഡിയോ മലയാളം വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം. BMC റേഡിയോ മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് iMac കൊച്ചിൻ കലാഭവൻ. കലാവിദ്യാർത്ഥികൾക്ക് പ്രിയപ്പെട്ട ബഹ്റൈനിലെ കലാകേന്ദ്രം. കൂടുതൽ വിവരങ്ങൾക്കായി സന്ദർശിക്കൂ www.bahrainmediacity.com.